അഡ്വക്കേറ്റ് അസ്കർ പത്മകുമാർ സ്വന്തം അനുഭവമാണ് ഇവിടെ വിശദമായി പറഞ്ഞത്. നോക്കൂ, അങ്ങനെയുള്ള നിരവധി വീഴ്ചകൾ, പരാതികൾ ഒക്കെ ഉണ്ട്. അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന ആരോപണം BJPയുടെ ഭാഗത്ത് നിന്ന് ഇല്ല. അപ്പോൾ നരേന്ദ്രമോദിയെ വോട്ട് കള്ളൻ എന്ന് വിളിച്ചാക്ഷേപിക്കുന്നത് എന്തിനാണ്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? കാണേണ്ടത് ഇപ്പോ നേരത്തെ ശ്രീ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി കരട് വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ പേര് വന്നിട്ടുണ്ട്. അത് മാറ്റുന്നതിന് കരട് വോട്ടർ പട്ടികയാണ് ഇവിടെ പ്രശ്നം. കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളോ അതിലെ സാങ്കേതികത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ ഉയർത്തപ്പെടുന്ന പ്രശ്നം ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ചേർത്താണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചു എന്നുള്ളത് ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. രാഷ്ട്രീയ ചോദ്യമാണ് രാജ്യത്ത് ഉയരപ്പെടുന്നത്. തൃശ്ശൂരിൽ അത്തരത്തിൽ വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് മറ്റിതര മണ്ഡലങ്ങളിൽ നിന്നും വോട്ടുകൾ ചേർത്തു എന്നുള്ളത് തെളിവ് സഹിതം പൊതുമണ്ഡലത്തിൽ വന്നിരിക്കുകയാണ്. ആ വോട്ടുകൾ ആർക്ക് ലഭിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ചേർത്തത് നമ്മുടെ മുന്നിൽ മാർഗമില്ല. എത്ര വോട്ടുകളാ ചേർത്തത്? സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അറിയാലോ, ഏകദേശം 75,000. എത്രയധികം വോട്ടുകൾ ചേർത്തു എന്നാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമുക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ പുറത്തുവിടുന്നത്. അപ്പൊ ഇതിൽ ഓരോ വോട്ട് കണക്ക് പറ. നിങ്ങൾ ആ വോട്ടുകൾ കൊണ്ടാണ് ആ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞു വരികയാണല്ലോ, അല്ലെ? അങ്ങനെയാണോ സംഭവിച്ചത്? ഇത്തരത്തിൽ ഇരട്ട വോട്ടിൽ ഓരോ വോട്ട് ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാര്യം ജനാധിപത്യ പ്രക്രിയയിൽ ആ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചു. ഇനി 86,000 വോട്ട് ചേർത്തോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അല്ല അസ്കർ, 2019-നും 24-നും വ്യത്യാസം 46,000 വോട്ടാണ് അധികമായിട്ട് വന്നിട്ടുള്ളത്. 46,000 വോട്ടാണ് നിങ്ങൾ പറയുന്നത്. ഈ അധികമായി പോൾ ചെയ്തിട്ടുള്ള 2019-നും 2024-നും വ്യത്യാസം വന്നാൽ 46,000 വോട്ട് അധികമായി പോൾ ചെയ്തിട്ടുണ്ട്. ഈ 46,000 അധികം പോൾ ചെയ്ത വോട്ടും നിങ്ങൾ സമ്മതിക്കുന്നത് സുരേഷ് ഗോപിക്കാണ്. നിങ്ങളുടെ സുനിൽകുമാറിന് കിട്ടിയിട്ടില്ല, കെ മുരളീധരന് കിട്ടിയിട്ടില്ല, അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇപ്പൊ ഈ 46,000 അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിൽ കുറവ് വരുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. ഈ അല്ലല്ല, കളവായി ചേർത്ത അല്ലെങ്കിൽ അതുമായി ചേർത്ത വോട്ടാണ് 86,000 വോട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങളാണ് പറയുന്നത്. പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു ആരോപണം, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ഇതിൽ വളരെ കൃത്യമായി 1% വോട്ടുകൾ അദ്ദേഹം. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, തൃശ്ശൂരിലെ 7 മണ്ഡലത്തിൽ 6 മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് അതിൽ ഒരു മണ്ഡലം 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരാണ്. ഈ ഗുരുവായൂർ 24,000 വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്താണ്. അപ്പൊ ഈ കൂടുതൽ ചേർത്ത വോട്ട് ആർക്കാ കിട്ടിയിട്ടുള്ളത്? ഒന്ന് ഒരു കണക്കെടുക്കുക. ഗുരുവായൂർ 7 മണ്ഡലത്തിൽ. അതേപോലെ ഏറ്റവും കുറവ് വോട്ട് ചേർത്തത് പുതുക്കാടാണ്, 14,000 വോട്ട്. ഏറ്റവും അത് കമ്മ്യൂണിസ്റ്റ് LDFന്റെ കോട്ടയാണ് പുതുക്കാട് മണ്ഡലം. ആ പുതുക്കാട് മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് ചേർത്തത് 14. അവിടെ 12,000 വോട്ടിന് സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് മാനദണ്ഡം, ഏത് അളവുകോൽ വെച്ചിട്ടാണ് ഈ കണക്കെടുക്കുന്നത്? 3-ാം സ്ഥാനത്ത് വന്നത് 24,000 വോട്ടാണ് ഗുരുവായൂർ പുതുതായി വന്നത്, കൂടുതൽ വന്നിട്ടുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വന്നിട്ടുള്ളത്. അവിടെ സുരേഷ് ഗോപി 3-ാം സ്ഥാനം. ശരി, പ്രിയപ്പെട്ട പത്മകുമാർ, ഇതില് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല നമ്മുടെ മുന്നിലെ പ്രശ്നം. ധാർമ്മികതയും രാഷ്ട്രീയവുമാണ് പ്രശ്നം. അല്ല, ധാർമ്മികതയാണെങ്കിൽ സുരേഷ് ഗോപിയാണ്. കണക്കുകൾ കൊണ്ട് ഭൂരിപക്ഷത്തെ തീരുമാനിക്കലല്ല, അതല്ല പ്രശ്നം. നമ്മുടെ മുന്നിലെ പ്രശ്നം ഒരു വോട്ടെങ്കിലും ഇരട്ട വോട്ടുകളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ ധാർമ്മികത നിങ്ങളുടെ മന്ത്രിസഭയിൽ, നിങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിസഭയിലുള്ള, മുന്നണിയുടെ മന്ത്രിസഭയിലുള്ള ഈ ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ പറയൂ. നിശ്ചയം അല്ല, പറയൂ. 2 വോട്ട് ഗണേഷ് കുമാറിനുണ്ട് എങ്കിൽ അദ്ദേഹം ഈ സുരേഷ് ഗോപി രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടും. ഇവിടെ ഇരുന്ന് ആവശ്യപ്പെടും. നിങ്ങൾ ഈ ധാർമ്മികതയും സത്യസന്ധതയെന്ന് പറയുന്നത് ഗണേഷ് കുമാറിന് 2 സ്ഥലത്ത് വോട്ടുണ്ട് എങ്കിൽ അദ്ദേഹം രാജിവെക്കണം. അതാണ് LDFന്റെ നിലപാട്. ധാർമ്മികത എന്ന് ഇവിടെ ഇരുന്ന് പറയൂ. അല്ലെ, ഒന്ന് പറയൂ. നിങ്ങൾ സുരേഷ് ഗോപിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ, സുരേഷ് ഗോപിക്കും BJPക്കും ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ
ഗണേഷ് കുമാർ അങ്ങനെ 2 സ്ഥലത്ത് വോട്ടുണ്ട്, ഒരിടത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ, അദ്ദേഹം രാജിവെക്കണം ധാർമ്മികമായി പറയാൻ തയ്യാറുണ്ടോ? അതാണ് അങ്ങനല്ല. അങ്ങനെയല്ല, നിങ്ങൾ ഒഴിയ. ഞാൻ ചോദിച്ചത് സുരേഷ് ഗോപിയോട് രാജിവെക്കാൻ പറയുന്നത് പോലെ ഗണേഷ് കുമാറിനോട് രാജിവെക്കണം എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മറുപടി പറയും. അല്ല, നിലവിൽ എന്റെ മുന്നിൽ തെളിവുകൾ അക്കാര്യത്തിലില്ല. തെളിവുകളുണ്ടെങ്കിൽ മതി. അങ്ങനെ ഉണ്ട് എങ്കിൽ സാധ്യത വെച്ചുകൊണ്ട് തന്നെ പറയൂ. രാജിവെക്കണം പറയാൻ തയ്യാറുണ്ടോ? പത്മകുമാർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹൈപ്പോത്തിക്കേഷൻ അല്ല, നിങ്ങൾ സുരേഷ് ഗോപിയെ ഹൈപ്പോത്തിക്കേഷനാണ്. ഇവരാണ് വോട്ട് ചെയ്തതെന്ന് ഒരു തെളിവില്ല. ഇവരാണ് ഡബിൾ വോട്ടുള്ളവരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതെന്ന് ഒരു തെളിവില്ല. നിങ്ങളും സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളും പറയുന്നത്. ഒരു തെളിവുമില്ല, ഒരു കോടതിയുടെ തെളിവുമില്ല, വേറെ ഇലക്ഷൻ കമ്മീഷന്റെ തെളിവുമില്ല. ഡബിൾ വോട്ട് വന്നിട്ടുണ്ട് ആ മണ്ഡലത്തിൽ, അത് സുരേഷ് ഗോപിക്ക് ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഈ പറയുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. കൂടുതൽ വോട്ടുകൾ വന്നിട്ടുണ്ട്, ഡബിൾ വോട്ടുണ്ട്, ട്രിപ്പിൾ വോട്ടുണ്ട്, അത് മോഡിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ ചോദിക്കുന്നത് ഗണേഷ് കുമാർ കൊട്ടാരക്കരയിലും നമ്മുടെ പത്തനാപുരത്തും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെക്കണം ഉണ്ട് എങ്കിൽ എന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ പറയാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ രാഷ്ട്രീയ നാടകമാണ്. അസ്കറെ, അത്രേ ഉള്ളൂ. അല്ല പ്രിയപ്പെട്ട പത്മകുമാർ, അടിസ്ഥാനപരമായി ഇതിനകത്തുള്ളൊരു വിഷയം നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരായിട്ട് ഒരു തെളിവില്ല, പ്രൂവ് ചെയ്ത തെളിവില്ല. എവിടെയാ തെളിവ്? വോട്ട് ഇവരെല്ലാം അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്തതെന്ന് ധാർമ്മികതയുടെ കാര്യം പറയുന്നത് എന്തിനാ? ഗണേഷ് കുമാറിന്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമായി സത്യസന്ധതയുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഗണേഷ് കുമാറിന് 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ രാജിവെക്കേണ്ടതാണ് എന്ന് ഇവിടെ പറയട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് JR പത്മകുമാർ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിയും. ഇത് നിങ്ങൾ എന്ത് രീതിയിലാണ് BJPക്കും മോഡിക്കും സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഞാൻ ചോദിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാനാണോ? നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ നമുക്കറിയാം, ഒരേ മുന്നണിയല്ലേ. ഞാൻ ചോദിക്കട്ടെ, സുഭാഷ് ഗോപി സുരേഷ് ഗോപിയുടെ സഹോദരനാണ്. ഒരാൾ സംസാരിക്കുമ്പോ അസ്കറിന് പരാതിയില്ല. അഡ്വക്കേറ്റ് നിയാസ്, അസ്കറിന് പരാതിയില്ല. അസ്കർ ഇതൊക്കെ എൻജോയ് ചെയ്ത് കൂട്ടത്തില്ല. താങ്കൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജന TV ആയതുകൊണ്ട് തങ്ങളുടെ സ്വന്തം സംഘടനയോട് ചെയ്യുന്ന മര്യാദയാണ് സുരേഷ് ഗോപിയോട് കാണിക്കുന്നത്. ഞാനും അസ്കറും സംസാരിച്ചോണ്ടിപ്പോ നിങ്ങൾ ഇടപെട്ടത് ശരിയല്ലല്ലോ. അതെ, നിങ്ങൾ ഇടപെട്ടത് ശരിയല്ലല്ലോ. ഞങ്ങൾ രണ്ടും വലിയ സംസാരിച്ചു. ക്ലാരിറ്റി വരുത്താനാണ്, കൂടുതൽ വ്യക്തത വരുത്താനാണ്, അല്ലാതെ അസ്കറിന് പരാതിയില്ല. അസ്കറിന് പരാതിയില്ല. താങ്കൾ മാത്രം ഇരുന്നോ? ഇല്ല, ഒരു നിമിഷം പ്രകോപിതനാവാതെ അഡ്വക്കേറ്റ് നിയാസ്, ഒരു നിമിഷം വരാം. അഡ്വക്കേറ്റ് അസ്കർ പറയൂ. അഡ്വക്കേറ്റ് പത്മകുമാർ ഒന്ന് അതേ പറയട്ടെ. ഇപ്പൊ താങ്കളാണ് തടസ്സപ്പെടുത്തുന്നത്. അഡ്വക്കേറ്റ് അസ്കറിനെ തടസ്സപ്പെടുത്തുന്നത് താങ്കളാണ്. പ്ലീസ് അതേ സംസാരിക്കട്ടെ പ്ലീസ്. ഓക്കെ യെസ്, ജനാധിപത്യപരമായി സമ്മതിക്കാം. യെസ് പ്ലീസ്. ഒന്ന് അനന്തപേര് ഇതിൽ കാണേണ്ടത്, സുരേഷ് ഗോപിയുടെ സഹോദരനും കുടുംബത്തിനും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ സഹോദരൻ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്ക് അല്ലാതെ കെ മുരളീധരനാണെന്ന് അല്ലെങ്കിൽ സുനിൽകുമാറിനാണെന്ന ഒരു ഹൈപ്പോത്തിക്കേഷൻ നമുക്ക് ഇക്കാര്യത്തിൽ വെക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ വോട്ട് കൃത്യമായി ചെയ്തത്
സുരേഷ് ഗോപിക്കായിരിക്കും എന്ന് അനുമാനിക്കാൻ, അസംഷൻസിലേക്ക് എത്താനേ നമുക്ക് നിർവാഹമുള്ളൂ. അപ്പൊ അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ്, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ്, ഒരു വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ കപടത, കറപ്ഷൻ എന്ന വാക്കാണ് സുപ്രീം കോടതിയും നിയമവും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇരട്ട വോട്ട് ചെയ്താൽ അത് വഞ്ചനയും ഡിസെപ്ഷനുമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡുവൽ വോട്ട്സ് ആണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കാൻ ബാധ്യസ്ഥനാണ്. നിയമപരമായി പ്രശ്നമുണ്ട്. നിയമപരമായി 45 ദിവസത്തിന് ഇക്കാര്യത്തിൽ പരാതി കൊടുക്കണമായിരുന്നു. ഇലക്ഷൻ കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെടുമായിരുന്നു. പരാതിയൊന്നും നേരത്തെ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല അഡ്വക്കേറ്റ് അസ്കർ? ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. ഇതൊന്നും നേരത്തെ എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല ഇടതുപക്ഷത്തിന്? എന്തായാലും അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വന്ന സാഹചര്യത്തിൽ ഭാഗ്യവശാൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ അദ്ദേഹം നാടുവിട്ട് രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേട്ടോ, പ്രബുദ്ധരാണ്. ഇങ്ങനെ അധിക്ഷേപിക്കാതെ തൃശ്ശൂരിലെ വോട്ടർമാരെ. അങ്ങനെയല്ല, തൃശ്ശൂരിലെ വോട്ടർമാർക്ക് ആർക്കും പതിച്ചു നൽകിയിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പതിച്ചു നൽകിയിട്ടില്ലല്ലോ തൃശ്ശൂര്. കന്യാസ്ത്രീമാർ ജയിലിലടച്ചപ്പോ ഇവിടെ എങ്ങും കാണാതിരുന്നതാണ് ജോൺ ബ്രിട്ടാസിന്റെ അവരുടെ ജനപ്രതിനിധിയെ തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും കാണാൻ ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് ഈ ആരോപണം വന്നതിന്റെ മറ്റൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കന്യാസ്ത്രീകൾക്കും ബിഷപ്പുമാർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർത്തോളൂ അഡ്വക്കേറ്റ് അസ്കർ. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി? അവരത് പറഞ്ഞു തീർത്തോളൂ, കുഴപ്പമില്ല. അഡ്വക്കേറ്റ് അസ്കർ പറയുന്നത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ധാർമ്മികതയൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പരേതാത്മാക്കൾ വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മലബാറിലൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അതൊരു യാഥാർത്ഥ്യമല്ലേ, അതൊരു സത്യമല്ലേ? ഇല്ലാതെ നിഷേധിക്കാൻ പറ്റുമോ? അഡ്വക്കേറ്റ് നിയാസും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അഡ്വക്കേറ്റ് നിയാസെ, നിങ്ങൾക്ക് ഈ പരാതിയൊന്നും എന്താ നേരത്തെ ഇല്ലാതെ പോയത്? സുരേഷ് ഗോപി മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കള്ളവോട്ടിലൂടെ, വ്യാജ വോട്ടിലൂടെ എത്ര പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്? CPM-ൻ്റെയൊക്കെ മുഖമുദ്ര തന്നെയല്ലേ അത്? അവരുടെ കുത്തക പോലെ കൊണ്ടു നടക്കുന്നതല്ലേ? ഇപ്പോഴും അങ്ങനെ നിർബാധം തുടരുകയല്ലേ? അതിലൊന്നും എന്താ പരാതി ഇല്ലാത്തത്? നിങ്ങളിപ്പോൾ വലിയ വിശുദ്ധ ആത്മാക്കളായിട്ട് മാറുകയാണല്ലോ, വലിയ വിശുദ്ധന്മാർ. നിങ്ങളെല്ലാം വളരെ ധാർമ്മികമായിട്ടാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയല്ലേ? അപ്പോൾ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങളത് ഹാജരാക്കുക. അല്ലാതെ ഇങ്ങനെ ഉണ്ടയില്ല വെടി പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല അഡ്വക്കേറ്റ് അസ്കർ. മാത്രമല്ല, ഈ പരാതി എന്തുകൊണ്ട് നേരത്തെ ഉന്നയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെട്ടില്ല? ഇപ്പോൾ ഒരു ആയുധം കിട്ടിയപ്പോൾ അത് എടുത്ത് അങ്ങ് ആഘോഷിക്കുകയാണ്. അതുവഴി മറ്റ് പല കാര്യങ്ങളും മറക്കണം കേരളത്തിലെ ജനങ്ങൾ, അല്ലേ? അതിനുള്ളൊരു തന്ത്രം കൂടിയാണിത്.